വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യം ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ നമുക്ക് 4 സർക്കിൾസ് കാണുന്നുണ്ട് അല്ലേ? നമുക്ക് എന്താണ് 4 സർക്കിൾസ് കാണുന്നുണ്ട്. നമുക്കതിനെ എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും വിളിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ഈച്ച് പിക്ചർ. നമ്മൾ ഷെയ്ഡഡ് പാർട്ടിന്റെ ഫ്രാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഫിഗർ എടുത്ത് നോക്കിയാൽ എടുത്ത് നോക്കിയാൽ ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? ടോട്ടൽ 2 പാർട്സ് ഉണ്ട്. അതിൽ ഒരു പാർട്ടാണ് ഷെയ്ഡഡ് ആയിട്ടുള്ളത്. അതായത് 2-ൽ ഒരു ഭാഗം ഷെയ്ഡഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഫ്രാക്ഷൻ ആയിട്ട്? 1/2 എന്ന് എഴുതാം അല്ലേ? 2-ൽ ഒരു ഭാഗം ഷെയ്ഡഡ് ആണ്. ഇനി രണ്ടാമത്തെ ഫിഗർ എടുത്ത് നോക്കിയാലോ? ടോട്ടൽ ഇവിടെ 4 പാർട്സ് ഉണ്ട്. അതിൽ 3 പാർട്സും എന്താണ്? ഷെയ്ഡഡ് ആണല്ലേ? അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം അല്ലേ? 4-ൽ 3 ഭാഗവും എന്താണ്? ഷെയ്ഡഡ് ആണ് അല്ലേ? 3 ഭാഗവും ഷെയ്ഡഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ 3/4 എന്ന് ഫ്രാക്ഷൻ എഴുതി. ഇനി മൂന്നാമത്തെ ഫിഗർ എടുത്താലോ? ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ് ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7 8 ഉണ്ട്. അതിൽ 8-ൽ എത്ര ഭാഗം ഷെയ്ഡഡ് ആണ്? 8-ൽ 4 ഭാഗം ഷെയ്ഡഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 4/8 എന്ന് എഴുതാം അല്ലേ? ഇനി നമ്മൾ ഈ ഫ്രാക്ഷനെ 4/8 എന്ന് എഴുതിയാൽ മതിയോ? പോരല്ലേ? നമുക്കിതിനെ ചെറുതാക്കണം അല്ലേ? നമുക്കിതിനെ ലീസ്റ്റ് ഫോമിലേക്ക് ആക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ നമ്മൾ ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? നമുക്കപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 4-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 8-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്നുള്ള ഫ്രാക്ഷനിൽ കിട്ടിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ 12 പാർട്സ് ഉണ്ട്. അതിൽ എത്ര പാർട്സ് ആണ് ഷെയ്ഡഡ് ആയിട്ടുള്ളത്? 1 2 3 4 അല്ലേ? 4 പാർട്സ് ഷെയ്ഡഡ് ആണ് അല്ലേ? 12-ൽ 4 ഭാഗവും ഷെയ്ഡഡ് ആണ്. അപ്പം നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ ചെറുതാക്കാം? നമുക്ക് ഈ രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. അപ്പോൾ ഫ്രാക്ഷൻ എന്തായി? 1/3 ആയി ഫ്രാക്ഷൻ. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഫിഗറിൻ്റെയും നമ്മൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? among these which are equal fraction? ഈ 4 എണ്ണത്തിലും ഏതാണ് ഈക്വൽ ഫ്രാക്ഷൻ? നമുക്കറിയാം അല്ലേ? എയും സിയും ആണ് ഈക്വൽ ഫ്രാക്ഷൻ അല്ലേ? കാരണം എയിലും സിയിലാണ് 1/2 ആയിട്ട് ഫ്രാക്ഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? എ ആൻഡ് സി ആണ് ഈക്വൽ ഫ്രാക്ഷൻ വരുന്നത്. ഇനി റൈറ്റ് ആൻ ഈക്വൽ ഫ്രാക്ഷൻ ഫോർ ദി ഫോളോയിങ്. 3/4-നും 4/12 നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 3/4-ന് നമ്മൾ എങ്ങനെയാണ് ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? നമുക്കറിയാലോ, ഈക്വൽ ഫ്രാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവിഷനോ ചെയ്താൽ മതി അല്ലേ? ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ മതി അല്ലേ? 2 നമ്പറിനും ഒരുപോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3-നെയും 4-നും നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6/8 എന്ന് കിട്ടും അല്ലേ? 6/8 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഈക്വൽ ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യം നോക്കാം. 4/12 നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 നമ്പറിൽ നമുക്ക് 4 കൊണ്ട് നമുക്കൊന്ന് ഹരിച്ചു നോക്കാം അല്ലേ? 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടി. അപ്പോൾ അതും ഇതിൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്താണ്? ഇത്രയേ ഉള്ളൂ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.